ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിൻ്റെ സ്റ്റണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ അവിടെയുള്ള കുറച്ച് ഗുണ്ടകൾ എടുത്തിട്ട് പെരുമാറുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ കൊണ്ടുവന്ന് കേസ് കൊടുത്തായിരുന്നു, തൻ്റെ ഭർത്താവ് ഭയങ്കര ശല്യമാണെന്നും അതുപോലെ തന്നെ മദ്യപിക്കുക, ചീട്ട് കളിക്കുക, ബഹളം ഉണ്ടാക്കുക, സ്വസ്ഥതയും സമാധാനവും തരാതിരിക്കുക, അതുപോലെ തന്നെ ചെലവിന് കൊടുക്കാതിരിക്കുക. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് പുള്ളിക്കാരി പോയത്. ഏതായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറെ ഗ്യാങ്ങുകളുടെ കൂടെ ഇയാള് നിൽക്കുന്നത് കണ്ടു. ഏതായാലും ഇയാളെ ഇടിച്ച് പഞ്ചറാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യമൊന്നും ഇയാൾ കീഴടങ്ങാൻ തയ്യാറായില്ല. മാത്രമല്ല നമ്മുടെ നന്ദുവിനെ അനാവശ്യമൊക്കെ പറയുകയും ചെയ്തു. ഒരു തനി ഫ്രോഡാണ്, ഒരു ഗുണ്ടയാണ്. അപ്പൊ കൂടെ കുറച്ച് കൂട്ടുകാരന്മാരും ഉണ്ടായിരുന്നു. അവന്മാരെയൊന്നും നമ്മുടെ പോലീസ്, അതായത് നന്ദു മൈൻഡ് ചെയ്യുന്നില്ല. അവന്മാർക്കിട്ടൊന്നും അടിയൊന്നും കൊടുക്കുന്നില്ല. കേസ് എടുത്തത് ഇങ്ങേരുടെ പേർക്കാണ് കേട്ടോ. അപ്പം ഇങ്ങേരെ അടിച്ച് താറ പറ്റിച്ചു. അപ്പോൾ ആ തുടങ്ങുമ്പോൾ തന്നെ കുറച്ചൊരു 2-3 മിനിറ്റ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റണ്ടാണ് കേട്ടോ. നമ്മുടെ നന്ദു ഇടിച്ച് പരിപ്പ് തെറിപ്പിക്കുകയാണ് എല്ലാത്തിൻ്റെയും. അവന്മാർക്കിട്ടും കൊടുക്കുന്നുണ്ട്, മറ്റവന്മാർക്കിട്ടും കൊടുക്കുന്നുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് ഈ ഒരു ഗുണ്ടേനെ മാത്രമാണ്. അങ്ങനെ ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുചെല്ലുന്നു. അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ സ്റ്റണ്ട് കണ്ടിട്ട് കൂടെയുള്ള ആ ഒരു കോൺസ്റ്റബിൾമാരൊക്കെ ആണെങ്കിൽ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. കാരണം ഒരു പെണ്ണിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒരു എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും SI ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഒരു പെണ്ണാണല്ലോ. അപ്പം ഒരു പുരുഷനെ, അത് ഒരു ഗുണ്ടയെ ഇടിച്ച് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാലേ, തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആ സ്ത്രീ ഉണ്ടായിരുന്നേ, അതായത് അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ഭാര്യയാണെങ്കിൽ ഇയാളെ അടിച്ച് തറ പറ്റിച്ചത് കണ്ടതും അങ്ങോട്ട് കാലങ്ങോട്ട് മാറി, കാല് മാറ്റി കുത്തുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെ ആയിപ്പോയി. കാരണം അയ്യോ എൻ്റെ ഭർത്താവിന് ഇത് എന്താ പറ്റിയത്, മേഡം ഇത് എന്താ കാണിച്ചത്, അയ്യോ പാവം എൻ്റെ ഭർത്താവിന് തല്ലുമൊന്നും വേണ്ടായിരുന്നു, ഞാനൊന്ന് പേടിപ്പിച്ച് വിടാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, ദേ ഇനി മുതൽ ഇയാളുണ്ടല്ലോ നിങ്ങൾക്ക് ചെലവിന് തരും, ചെലവിന് തന്നില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇടിച്ച് പരിപ്പിളക്കും, അതെ ഇങ്ങനെ ഞാൻ ജയിലിൽ അടയ്ക്കും, അതുകൊണ്ട് തന്നെ ചേച്ചി പേടിക്കണ്ടെന്ന് പറഞ്ഞപ്പം ആ പുള്ളിക്കാരി പറയാ, അയ്യോ അങ്ങനെയൊന്നും വേണ്ട, എൻ്റെ ഭർത്താവ് പാവ, അയ്യോ കണ്ടില്ലേ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് ചോരയൊക്കെ ഇരിക്കുന്നു, ഇതെന്തിനാ ഇത് ഇങ്ങനെ ഒരു മഹാഭാവം എൻ്റെ ഭർത്താവിനോട് ചെയ്തത്, പാവം എനിക്ക് കേസൊന്നുമില്ല, ഞാനും എൻ്റെ ഭർത്താവും പോവുക, ഭായേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് ഈ സ്ത്രീ മുങ്ങാൻ തുടങ്ങുകയാണ്. അവിടുന്ന് മുങ്ങാൻ തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് 2 തല്ല് കിട്ടിയപ്പോഴത്തേക്കും ഈ സ്ത്രീയുടെ മനസ്സ് അങ്ങോട്ട് അലിഞ്ഞു. അങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, നിങ്ങളെയും നിങ്ങളുടെ കുട്ടീനെ ഉപദ്രവിക്കുന്ന ഈ മനുഷ്യരോട് നിങ്ങൾ എന്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഭർത്താവല്ലേ, എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല, ഒന്ന് പേടിപ്പിച്ചു വിടുന്ന ഓർത്തത്, എന്നാലും എൻ്റെ പൊന്നെ SI സാറേ ഇത് വലിയ ക്രൂരതയായി പോയിട്ടോ, പാവം കണ്ടില്ലേ ചോരയൊക്കെ ഒലിച്ച്, വായേട്ടാ എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരനെ വിളിച്ചോണ്ട് അങ്ങ് പോയി. ഇത് കണ്ടിട്ട് ആ പോലീസുകാർ അവിടെ നിന്ന് ചിരിച്ചു. എന്നിട്ട് നമ്മുടെ നന്ദുവിനോട് പറഞ്ഞു, ഇത് തന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കേസിലൊന്നും ഇടപെടാതിരുന്നത്, അന്ന് വെച്ച് കൺമുമ്പിൽ നടക്കുന്ന കന്നൻ തിരിവുകൾക്ക് കണ്ണു മറച്ചു നിൽക്കാനേ ഈ നന്ദുവിനെ കൊണ്ട് പറ്റില്ല. ഈ നന്ദന SI ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ നിയമവിരുദ്ധമായിട്ട് നടക്കുന്നുവോ അതിനൊക്കെ ഞാൻ കേസെടുത്തു, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ തല്ലുന്ന പുരുഷന്മാർക്കെതിരെ അത് ഞാൻ വിട്ടുകൊടുക്കില്ല, എനിക്കത് സഹിക്കില്ല എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്ക് ആ പോലീസുകാർ പറഞ്ഞു, ചോരത്തിളപ്പല്ലാതെ പിന്നെ എന്താ പറയുക, വെറുതെ ഇനിയിപ്പം അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇരുട്ടടി കിട്ടുമ്പോഴത്തേക്ക് ഇവൾ ഒതുങ്ങിക്കോളും, എങ്കിലും എൻ്റെ പൊന്നു സാറേ നന്ദന SI അടിച്ച അടിയുണ്ടല്ലോ കണ്ടോ, നമ്മൾ പോലും അടിക്കാൻ പറ്റത്തില്ലാത്ത അടിയാണ് അടിച്ചിരിക്കുന്നത്, അത്രയ്ക്ക് മുഴുത്ത അടി, അവൻ്റെ പുറത്തൊന്ന് വീണപ്പോൾ കണ്ടില്ലേ അവൻ പൊളഞ്ഞു പോയത്, ഇതിപ്പം പെണ്ണാണോ ആണാണോ ആർക്കറിയാം, ഏതായാലും ചോരത്തിളപ്പിൻ്റെ ആടോ, ഇതൊന്നും വലിയ കാര്യമാക്കുമൊന്നും വേണ്ട, ഇതിപ്പം നമുക്കും കൂടിയാ പ്രശ്നം, ഇനിയിപ്പോൾ അയാൾക്ക് നമ്മളും ശത്രുവാണല്ലോ, അയാൾ ഇനി നമ്മളെ ഇരുട്ടടി അടിക്കുവോ ഗുണ്ടകൾ വെച്ച് തല്ലിപ്പിക്കുവോ എന്നൊക്കെ ദൈവം തമ്പുരാൻ അറിയാം. ഈ സ്ത്രീ വന്ന് ഇവിടെ ഓരോ ചോരത്തിളപ്പ് കാണിച്ചിട്ട് അങ്ങ് പോകും, ലാസ്റ്റ് നമ്മളായിരിക്കും എല്ലാത്തിനും പിറകെ തൂങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോൺസ്റ്റബിൾ അല്ല പുള്ളിക്കാരൻ, എന്തോ ഒരു കോൺസ്റ്റബിളിനെക്കാളും ഇച്ചിരിയും കൂടെ എന്തോ ഇച്ചിരി ഉയർന്ന പോസ്റ്റാണ്, പുള്ളിക്കാരനും അങ്ങ് പോയി കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനിയും നയനയാണ്. അപ്പം നയന ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ വരയ്ക്കുകയൊക്കെയാണ്, എന്തൊക്കെയല്ല ഡിസൈൻ എന്തൊക്കെയോ വരയ്ക്കുകയാണ്. ദേവയാനി അല്ലാട്ടോ ഡിസൈൻ വരയ്ക്കുന്നത് നമ്മുടെ നയന. അപ്പൊ ദേവയാനി ചോദിക്കാം, മോളെ ഇതുവരെ ഉറങ്ങാറായില്ലേ, മോള് പോയി കിടക്ക്, സമയം എത്രയായി, ഏതായാലും മോള് നാളെ നേരത്തെ എണീക്കണ്ടാട്ടോ, എന്തിനാ വെറുതെ നേരത്തെ എണീക്കുന്നത്, നാളെ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതൊന്നും പ്രശ്നമില്ല അമ്മേ, ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ, ഓണം സെയില്, നമ്മുടെ ജ്വല്ലറി മുമ്പിലായിരിക്കണം, എല്ലാവരെക്കാളും മുമ്പിൽ. ഇത് കേട്ടുകൊണ്ട്
ഒരാൾ വരികയാണ്, വേറെ ആരുമല്ല, നമ്മുടെ നവ്യ. നവ്യ പറഞ്ഞു, നിനക്ക് എന്തിൻ്റെ ഭ്രാന്ത എൻ്റെ പൊന്ന് നയനെ, അങ്ങേർക്ക് ജ്വല്ലറിയിൽ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് എന്തിൻ്റെ സൂക്കേടാ? ഇതിനൊക്കെ വേറെ എന്തെങ്കിലും വിളിച്ച് പറയേണ്ടത് ഞാൻ. വേറെ പണിയില്ലേ നിനക്ക്? കഷ്ടപ്പെട്ടിരുന്ന് ഡിസൈനൊക്കെ വരച്ച് നീ എന്തിനാടി നിന്റെ ഭർത്താവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങേർക്ക് സപ്പോർട്ടല്ല വേണ്ടത്, രണ്ട് തല്ല വേണ്ടത്. ഇത് കേട്ടത് നയന പറഞ്ഞു, എൻ്റെ പൊന്നി ചേച്ചി, ചേച്ചിക്ക് പാതിരാത്രി ഉറക്കം വരുന്നില്ലേ? അത് പിന്നെ മോന് ചെറിയ പനിയും ഒക്കെ ഉണ്ട്, മോനാണെങ്കിൽ ഉറങ്ങുന്നുമില്ല, അതുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഏതായാലും ചേച്ചി അവിടെ കിടന്ന് മാറിപ്പോയിരിക്കും. വെറുതെ എന്തിനാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? വെറുതെ പറയുന്നൊന്നുമല്ല, ഞാൻ കാര്യമായിട്ട് തന്നെയാടി പറയുന്നത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാടി. എന്തിനാടി നീ വെറുതെ അയാളെ ഇങ്ങനെ പൊക്കി പിടിക്കുന്നത്? ഇത് അയാളെ പൊക്കി പിടിക്കുന്നൊന്നുമല്ല, ആദർശേട്ടന് വേണ്ടി മാത്രമല്ല ഇത് ചെയ്യുന്നത്, ഈ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയാ. ഈ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത് എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടുമല്ല. ജ്വല്ലറിക്ക് ലാഭം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിലെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യമല്ലേ? ഓ, ഇനിയിപ്പം നീ വലിയ സത്യശീലയായിക്കോ. നീ ഇങ്ങനെ സത്യശീല എന്നല്ല കേട്ടോ, സത്യശീലാവതിയായിട്ട് ഇങ്ങനെ നടന്നോടി. നിന്നെ ചതിച്ചിട്ടല്ലേടി അങ്ങേര് ഒരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആ ദുഷ്ടനെ അല്ലേടി നീ സപ്പോർട്ട് ചെയ്യുന്നത്? അത് കാണുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു കയറുന്നത്. അതെ, എൻ്റെ ആദർശേട്ടൻ ആരെയും ചതിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദർശേട്ടൻ ചതിച്ചിട്ടില്ലെന്ന്. ഇനിയിപ്പൊ അങ്ങനെ ചതിച്ചിട്ടുണ്ടേ തന്നെ ആ കുട്ടിയെ തെരുവിൽ കളഞ്ഞൊന്നുമില്ലല്ലോ, ഇവിടെ കൊണ്ടുവന്ന് നോക്കുന്നില്ലേ? നല്ലൊരു മനസ്സുള്ളവർക്ക് അതിനൊക്കെ കഴിയുകയുള്ളൂ. അല്ലാതെ സ്വന്തം കുഞ്ഞിനെ നോക്കാതെ തെരുവിലേക്ക് വലിച്ചൊന്നും എറിഞ്ഞില്ലല്ലോ. ഓ, സ്വന്തം കുഞ്ഞ് എടി, സ്വന്തം കുഞ്ഞാ അത് ആദർശേട്ടന്റെ. നിന്റെ സ്വന്തം കുഞ്ഞല്ലല്ലോ. ആ, എൻ്റെ സ്വന്തം കുഞ്ഞല്ലെങ്കിലും ഇപ്പൊ അവൾ എൻ്റെ സ്വന്തം കുഞ്ഞ് തന്നെയാ, എനിക്ക് സ്വന്തം പോലെയാ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. നിന്റെ തലയില് നെല്ലിക്കാത്തളം കൊണ്ടേ കുറച്ച് ചികിത്സ നടത്തണം, എങ്കിലേ നിന്റെ ഈ വട്ട് മാറത്തുള്ളൂ. നീ എന്തെങ്കിലും കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, എന്ത് ചെയ്യാനാ, അവളിപ്പോ ഓർത്തിരിക്കുന്നത് ആദർശ തെറ്റുകാരനാ. പക്ഷെ അറിയില്ലല്ലോ, ആദർശല്ല തെറ്റുകാരൻ, അവളുടെ ഭർത്താവാണെന്ന്. അങ്ങനെ വല്ലതും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ എന്തായിരിക്കും അവസ്ഥ? അയ്യോ വേണ്ടമ്മേ, ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാലേ അത് ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല. എത്ര കാലം ഇങ്ങനെ മുന്നോട്ടേക്ക് തള്ളി നീക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പറ്റുന്ന കാലം അത്രയും അറിയാൻ പാടില്ല. നവ്യേച്ചി അറിഞ്ഞു കഴിഞ്ഞാല് പാവം അത് സഹിക്കാൻ കഴിയില്ല. പിന്നെ ഇവിടെ എന്താ നടക്കാന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം മറച്ചു വെച്ചിരിക്കുന്നത്. പറഞ്ഞല്ലോ, പോട്ടെ, അതൊന്നും സാരമില്ല. എങ്കിൽ പിന്നെ മോളൊരു കാര്യം ചെയ്യുക, മോള് പോയി കിടക്കാൻ നോക്ക്. ഇത്ര നേരമായില്ലേ? ഞാൻ കിടക്കാൻ പോവുക. ഇനിയിപ്പം നാളെ രാവിലെ എണീക്കാം. രാവിലെ ഒന്നും എണീക്കണ്ട, അത് പിന്നെ എന്നും എണീക്കുന്ന സമയത്ത് എണീക്കാൻ എനിക്ക് തോന്നും അമ്മേ. പിന്നെ ഓഫീസിലൊക്കെ പോകണ്ടേ, കാര്യങ്ങളൊക്കെ കുറേ ചെയ്യാനുണ്ട്. ഓണം സെയിലിന് നമ്മുടെ ജ്വല്ലറി തന്നെ ആയിരിക്കണം എല്ലാ ബ്രാഞ്ചിലും മുന്നിലെത്തേണ്ടത്. അല്ല, അനിയുടെ ബ്രാഞ്ചിന്റെ കാര്യം അതൊക്കെ ഞാനൊന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർത്തിരിക്കുകയാണ്. അവിടെ എന്താ നടക്കുക എന്നൊക്കെ കറക്റ്റായിട്ട് മാനേജർ വിളിച്ച് ആദർശേട്ടനോട് പറയുന്നുണ്ട്. പിന്നെ അവന് വലിയ ഉത്തരവാദിത്വം ബോധമൊന്നും ഇല്ലെന്നാ പറയുന്നത്. ആ വിത്തൗട്ട് ഓർണമെന്റ്സ് കൊടുത്തില്ലേ, അതെ, പിന്നെ അവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാറില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഏതായാലും അവിടെ ഒന്ന് പോകണം, അവിടെ ഒന്ന് പോയി എല്ലാം ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവുകയാണ് കേട്ടോ. നവ്യല്ല, സോറി, നയനെ അങ്ങ് പോവുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ദേവയാനി നേരെ റൂമിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ജയൻ കിടക്കാണ്. അപ്പം ജയൻ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും, ഓഹോ, മുത്തശ്ശനും മോള് നല്ല ഉറക്കമാണല്ലോ എന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് പോയി കിടന്നിട്ട് ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴത്തേക്കും അനി ഫോൺ വിളിക്കാം. അപ്പൊ അനിയുടെ ഫോൺ കോൾ കണ്ടതും നന്ദു ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷേ നന്ദുവിന്റെ മനസ്സിൽ റൊമാൻസ് ഇങ്ങനെ മുട്ടിട്ട് നിപ്പുണ്ട് കേട്ടോ. കാരണം നന്ദുവിന് അനിയെ അത്രയ്ക്ക് ഇഷ്ടമാണ് നന്ദുവിന് അനിയെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റൊമാൻസ് ഒക്കെ ഇങ്ങനെ മുട്ടിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഈ ഫോൺ കോൾ എടുക്കാനും പറ്റുന്നില്ല. ഫോൺ കോൾ എടുക്കാൻ നമ്മുടെ നന്ദു താല്പര്യപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ അനിയാണെങ്കിൽ ഫോൺ കോൾ എടുക്കുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ ഒരു മെസ്സേജ് അയച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട്, എന്താ താൻ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു. മെസ്സേജ് അയച്ചു. അതിന് റിപ്ലൈ കിട്ടിയില്ല. താൻ എന്തൊരു ഭൂതനയാണോ എന്നും പറഞ്ഞ് അടുത്ത മെസ്സേജ് അയച്ചു. അപ്പം നന്ദു ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പം നന്ദുവിൻ്റെ ഉള്ളിൽ പ്രണയം മുട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ ഒത്തിരി നാളായിട്ട് മുട്ടിട്ടിരിക്കുകയാണല്ലോ, പ്രകടിപ്പിക്കാത്തതാണല്ലോ. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ നന്ദുവിന് എന്തോ ചെറിയൊരു പ്രണയമൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ അനിയോട് കേട്ടോ. അപ്പം അനിയോട് അനിയെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുന്നു. ഏതായാലും ഒരു സ്ത്രീയാണല്ലോ, അവളുടെ മനസ്സിലും ഉണ്ടല്ലോ വികാരങ്ങളും. അതുപോലെ തന്നെ ആ ഒരു പ്രായത്തില് സ്നേഹിക്കാനും നല്ലൊരു ഭർത്താവിനെ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുള്ള ഒരു സമയമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അനി നല്ലൊരു ഭർത്താവാകും നന്ദുവിന്, അത് ഉറപ്പുള്ള കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ടായിരിക്കാം നന്ദു ഇങ്ങനെ ചിന്തിച്ചും പിറക്കിയൊക്കെ കിടക്കുന്നത്. ഏതായാലും ഈ ഒരു സീന് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ നയനയാണ്. അപ്പം നയന നേരെ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് ചെല്ലുകയാണ് ആദർശിന്റെ അടുത്തേക്ക്. അങ്ങനെ ഒരു ഗ്ലാസ് പാലൊക്കെ ആദർശം ഇങ്ങനെ കൊടുക്കുക, എന്നാൽ പാല് കുടിക്കുക ആദർശേട്ടാ, എന്നിട്ട് കിടക്കണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ കിടക്കുകയൊക്കെ ചെയ്യാം, താൻ ഈ പാൽ ഇങ്ങോട്ട് വെച്ചേന്ന് പറഞ്ഞ് പാലൊക്കെ മാറ്റി ഇങ്ങനെ ആദർശം മേടിച്ച് വെക്കുകയാണ്. സോറി, കിടക്കാൻ വേണ്ടി അല്ലാട്ടോ ചെല്ലുന്നത്, രാവിലെയാണ് കേട്ടോ. രാവിലെയാണ്, രാവിലെ ഒരു ഗ്ലാസ് കോഫിയൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. ആ ഒരു സമയത്ത് കോഫിയൊക്കെ മേടിച്ച് വെച്ചിട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ നയനി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നെഞ്ചിലേക്ക് ഇങ്ങനെ കിടത്തുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയനി ചോദിച്ചു, ഇത് എന്ത് പറ്റി ഇന്ന് ഇത്ര സ്നേഹം? ഏയ്, ഇന്ന് ഇത്ര സ്നേഹം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സ്നേഹമൊന്നും എനിക്കുണ്ടല്ലോ. എന്തോ ഇപ്പൊ നിന്നെ കണ്ടപ്പോഴത്തേക്കും എനിക്കെന്തോ ഇങ്ങനെ തോന്നി എന്ന് പറഞ്ഞപ്പം കഥക് തുറന്നിട്ടിട്ടാണോ ഇങ്ങനെ? അത് പിന്നെ നമ്മള് ഭാര്യയും ഭർത്താവും അല്ലേ? അപ്പോഴാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ കതവ് തുറന്നിട്ട്? അതൊന്നും സാരമില്ല. അല്ല, നീ ഡിസൈനൊക്കെ വരച്ചു കഴിഞ്ഞോ? ആ, ഡിസൈനൊക്കെ ഞാൻ വരച്ചു കഴിഞ്ഞു. ഓ, നിന്റെ ഡിസൈന് വേണ്ടി ഇനി കാത്തിരിക്കായിരിക്കും ആൾക്കാര്, ഓണം എത്തിയില്ലോ. പിന്നെ ദേ ഈ ഒരു ഡിസൈന് നീ മുത്തശ്ശനെയും കൊണ്ട് കാണിക്കുന്നില്ലേ? കാണിക്കണമല്ലോ. അല്ല, മുത്തശ്ശനെയും ഇത് മാത്രം കാണിച്ചാൽ മതിയോ? നമുക്ക് ഒരു കുഞ്ഞിനെ വേണ്ടേ? ആ കുഞ്ഞിനെ മുത്തശ്ശിനെ കാണിക്കണ്ടേ? അത് പിന്നെ ആദർശേട്ടാ, നമ്മള് കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്ത മാറ്റി വെച്ചിരിക്കുകയാണെന്ന് എല്ലാവരും ഓർത്തിരിക്കുന്നത്. ട്രീറ്റ്മെന്റ് നടത്തണം നല്ല രീതിയിൽ തന്നെ. എല്ലാ സൗഭാഗ്യങ്ങളും മനുഷ്യർക്ക് ദൈവം കൊടുക്കുമ്പോഴേ ചില കുറവുകളൊക്കെ കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ ഒരു കുറവൊക്കെ കാണും. അങ്ങനെ ഒരു കുറവുമില്ല. ഇനിയിപ്പോ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നിരിക്കുകയല്ലേ, അത് നമ്മുടെ ഭാഗ്യമല്ലേ ആദർശേട്ട. പിന്നെ എന്തിനാ ആദർശേട്ട വിഷമിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ നയനെ അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ ചിരിക്കുകയാണ്. കാരണം ആദർശം ഉൾക്കൊണ്ട് കഴിഞ്ഞു ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞൊക്കെ ആയിട്ട് തന്നെ കേട്ടോ. ഏതായാലും ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. പിന്നെ ഞാനൊരു സീന് നിങ്ങളോട് പറയാൻ മറന്നു പോയിട്ടോ. നമ്മുടെ നയനയും ദേവയാനി സംസാരിക്കുന്നതിനിടയിൽ ദേവയാനി പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഒരു കുഞ്ഞു വേണമല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ഒരു കുഞ്ഞു വേണമല്ലോ, നിനക്കൊരു അമ്മ അങ്ങനെ ആഗ്രഹമില്ലെന്ന് ചോദിക്കുമ്പോൾ, അതെന്ത് ചോദ്യമാണ് അമ്മയെ ചോദിക്കുന്നത്? എനിക്ക് അമ്മ അങ്ങനെ ആഗ്രഹം ഉണ്ടോന്നോ? എനിക്കും എൻ്റെ രക്തത്തിൽ തന്നെ, എൻ്റെ ആദർശന്റെ രക്തത്തിൽ തന്നെ ഒരു കുഞ്ഞ് പിറന്ന് ആ കുഞ്ഞിനെ കൊഞ്ചിക്കാനും താലോലിക്കാനും ഒരമ്മയാകാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ പല ആഗ്രഹങ്ങളും മാറ്റി വെക്കുന്നതുമല്ല. ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, എന്താണെന്നറിയില്ല ഇതുവരെ ആകാത്തത്. ഏതായാലും മോളെ ഈ ട്രീറ്റ്മെന്റ് മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോകണം. മാത്രമല്ല എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കണം. അത് മുത്തശ്ശി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാലോ. ആ, അത് ശരിയാ, മുത്തശ്ശി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ മാറ്റി വെച്ചിട്ടാന്നാ എല്ലാവരും ഓർക്കുന്നത്, പക്ഷെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടില്ല. ചന്തുമോളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു കുഞ്ഞിനെ ഉണ്ടാകരുത് എന്നും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷെ ദൈവം ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല, തരുവായിരിക്കും. ഞങ്ങൾ നോക്കാം. നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ. വേണം മോളെ, സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞ് വേണം. ആ, അതെനിക്കറിയാം. നവ്യേച്ചി സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് കാണുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് കൊതി തോന്നാറുണ്ട്. അനന്തപത്മനാഭനെ എടുക്കാറും കൊഞ്ചിക്കാറും ഒക്കെ ഉണ്ട് ഞാൻ. എങ്കിലും സ്വന്തം കുഞ്ഞ് എന്ന് പറയുമ്പം അത് എല്ലാവരുടെയും ഒരു സന്തോഷമല്ലേ. പിന്നെ ആദർശേട്ടനും കുഞ്ഞുങ്ങളെ ഇഷ്ടമാക്കിയ ആദർശേട്ടനും എപ്പോഴും അനന്തപത്മനാഭനെ കൊഞ്ചിക്കാനും അതുപോലെ തന്നെ ചന്തുമോളെ കൊഞ്ചിക്കാനും ഒക്കെ നടക്കുന്നുണ്ട്. എനിക്കറിയാം ആദർശേട്ടനും അമിതമായ ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞ് വേണമെന്ന്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഒത്തിരി നാളിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഉടനെ തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കും, ഞങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നയന ആദർശിന്റെ റൂമിലേക്ക് പോയത് കേട്ടോ, കിടക്കാനായിട്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്ന സീനാണ് ആ ഒരു ചെറിയ റൊമാൻസ്, കോഫി കൊണ്ടുപോകുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പം അതാണ് ഞാൻ ഒന്ന് വിട്ടുപോയി പറയാൻ ഇടയ്ക്കത്തെ ഭാഗം, അതുകൊണ്ട് തന്നെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ ആദർശ നയനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതും അതുപോലെ തന്നെ നെറുകയിൽ ഒരു മുത്തം കൊടുക്കുന്നതും പിന്നെന്താ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നതും ഒക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഇനിയിപ്പോ നമ്മൾ ഇടാൻ പോകുന്ന വിശേഷം ഇതില് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രേമവിശേഷമാണ്. അത് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇടുമല്ലോ 1:45 ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് ഒരു 9 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. 9 മണിയാകുമ്പോഴാണ് നമ്മൾ എന്നും അപ്ലോഡ് ചെയ്യാറുള്ളത്, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.